വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ റവയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് ഒരു വട ഉണ്ടാക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള വടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇത് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ആ ഒരു പാകത്തിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നേർ പകുതി, അതായത് 1/2 കപ്പ് വറുത്ത റവ ഇട്ട് കൊടുക്കാം. ഇത് 125 ml കപ്പാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ചെറിയ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം. നിങ്ങൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി റവയാണ് എടുക്കേണ്ടത്. വറുത്ത റവയാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ വറുത്ത റവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ടിട്ട് റവ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ റവയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ടിട്ട് ഒരു കട്ടയായിട്ട് കിട്ടണം. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൽ റവയുടെ തരിയൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂട് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഈ 1/2 കപ്പ് റവയ്ക്ക് കണക്കായിട്ട് 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിത് കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഉടച്ച ശേഷം നമുക്കൊരു പകുതി ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ ഉള്ളിയായിരുന്നു, അതാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി നുറുക്കിയതുണ്ട്, ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും. ഒരു ചെറിയ പച്ചമുളക് ചെറുതായി നുറുക്കിയതുണ്ട്. ഒരു 5-6 കരിവേപ്പിലയും നുറുക്കിയതുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ റവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റവ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റവയ്ക്കും ആ ഉള്ളിക്കൊക്കെ പാകത്തിലുള്ള ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കായപ്പൊടിൻ്റെ ഫ്ലേവർ നല്ലോണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഇടാം. നല്ല ടേസ്റ്റാണ് കായപ്പൊടി അധികം ഉണ്ടെങ്കിൽ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. ഇത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മളെ സാധാ പത്തിരിപ്പൊടിൻ്റെ ഒക്കെ പൊടി തന്നെയാണ്. ഇതിനുശേഷം ഇത് കുഴച്ചെടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു നനവ് പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഈ വെള്ളം കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ അരിപ്പൊടി ഇട്ടിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ മാവ് ഏകദേശം ഇതുപോലെ ബോൾ പോലെ നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നിങ്ങളെ കയ്യിൽ എണ്ണ തടവിയിട്ട് ഏകദേശം ഒരു ചെറിയ തക്കാളിയുടെ വലുപ്പത്തിൽ നന്നായിട്ട് ഈ മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഞാൻ ആദ്യം ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അതിനുശേഷം മറ്റേ കൈയും കൂടെ വെച്ചിട്ട് ഇത് നല്ല ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മുകൾ ഭാഗത്തുനിന്നും അതിനുശേഷം മറിച്ചിട്ടിട്ട് താഴെ ഭാഗത്തുനിന്നും ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് വടയുടെ ഷേപ്പ് കിട്ടും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വിള്ളലൊന്നും ഉണ്ടാവരുത്. നല്ല സ്മൂത്തായിട്ട് വേണം നിങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 വട ഒരുമിച്ചിടുന്നുണ്ട്. വടയിൽ നനവൊന്നും ഇല്ല, നല്ല കറക്റ്റ് പാകമാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് മാവിൻ്റെ നനവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു വട പൊരിച്ച് നോക്കുക. എന്നിട്ട് ക്രാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ വട എണ്ണയിലേക്ക് ഇട്ട പാടന്നെ ഇളക്കരുത്. വട ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിടുക. എന്നിട്ട് മറ്റേ വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വട കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയുമാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു അളവിൽ ഞാൻ 20 വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുതിന ചട്നിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വടയുടെ ഷേപ്പ് ആക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും അതേപോലെ തന്നെ ക്രിസ്പിയും ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്